നമസ്കാരം. നാടറിയാം നമുക്കറിയാം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ നിത്യവഴുതിരിങ്ങയാണ്. നിത്യവഴുതിരിങ്ങ എന്ന് പറഞ്ഞാൽ വള്ളിയാണ്, ചെടിയല്ല. പിന്നെ അത് കോവക്ക വള്ളിയുണ്ട്, ഇവിടെ നിത്യവഴുതിരിങ്ങേൻ്റെ വള്ളിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടോ വെള്ളപ്പൂ, അതാണ് നിത്യവഴുതിരിങ്ങേൻ്റെ പൂ. നല്ല വലിപ്പമുണ്ട് പൂവിന്. പിന്നെ വലിപ്പം മാത്രമല്ല, നല്ല മണമാണ്. മുല്ലപ്പൂവിൻ്റെ മണമാണ് ഇതിന്. ഈ അനന്തശേനൊക്കെ വിരിഞ്ഞുന്ന ഒരു മണം വരില്ല, അതേപോലെ മണമാണ്. കാറ്റ് വീശുമ്പോൾ എവിടെ വരെ മണം വരും എന്നറിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് താഴെ ഒരു 10-400 തൈകളുണ്ട് ഞാൻ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചെടികൾക്കൊക്കെ അധികം വെയിൽ കൊള്ളില്ല, അത്യാവശ്യമുള്ള വെയിൽ കൊള്ളുള്ളൂ. ഒരു നേരമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി, അതൊരു കാര്യമാണ്. ഞാനിവിടെ കോവക്ക വള്ളിയുണ്ട്, നിത്യവഴുതിരിങ്ങേൻ്റെ തൈയും വള്ളിയുണ്ട്. പിന്നെ നിത്യവഴുതിരിങ്ങ എന്ന് പറഞ്ഞാൽ ചെറുതാട്ടോ, വിരലിൻ്റെ അത്രയും ഉണ്ടാവുള്ളൂ. അന്ന് വല്ലാണ്ട് വലിപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എത്ര വേവിച്ചാലും ഉടയില്ല. നമുക്ക് മസാലക്കറി അങ്ങനത്തെ കറിയൊക്കെ ഇറച്ചി കൂട്ടാൻ വെക്കുന്ന പോലെയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാനിവിടെ അധികം അതാണ് വെക്കാറ്. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കുന്ന പോലെ തോരൻ വെക്കാം. പിന്നെ ഇതിന് വള്ളി ഒരു 25 വർഷം വരെയൊക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ അതേപോലെ അതുകൊണ്ട് നല്ലൊരു പന്തലിട്ട് കൊടുക്കണം, കയറ് പിടിച്ച് കെട്ടി കൊടുക്കണം. പിന്നെ നല്ല കയറെന്ന് പറഞ്ഞാൽ നല്ല വണ്ണുള്ള കയറായിരിക്കണം. ആ വള്ളി ചുറ്റി പടരാനുള്ളത് വേണം. പിന്നെ പൊട്ടിപ്പോകും അതിലേൽ. ഞാനിപ്പോൾ താഴെയാണ് ഇത് നട്ട് കൊടുത്തിരുന്നത്, ടെറസിൻ്റെ മുകളിലാണ് പടർത്തിയിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇവിടെ താഴത്തേക്ക് അധികം വെയിലും കൊള്ളില്ല, വീട്ടിനുള്ളിലാണ് നല്ല തണുപ്പുമാണ്. പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ സമയം ഒരു 5:30 ആയിട്ടുണ്ട്, 5:30-6 മണിയായി. ഇനിയിപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ഫുള്ളും പോയി വിരിഞ്ഞ വീഡിയോ കാണിക്കുക. പിന്നെ വഴുതിരിങ്ങ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതിൽ ചെറിയൊരു വഴുതിരിങ്ങ, അതാണ് നിത്യവഴുതിരിങ്ങ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിന് അടിവളം നടുന്ന സമയം നല്ല അടിവളം കൊടുക്കണം. നമുക്ക് എല്ലാ സമയം കൊടുക്കൊന്നും വേണ്ട, 6 മാസം കൂടുമ്പോൾ കൊടുത്താലും മതി. നടുന്ന ടൈമിൽ നല്ല വളം കൊടുക്കണം. എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, പുളിപ്പിച്ചിട്ട് കടല പുണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. നിത്യവഴുതിരിങ്ങയിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 2 മാസമായി നട്ടിട്ട് പടരാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 മാസമായി. ഇനി ഇത് മൊത്തം പടരാൻ തുടങ്ങി. ഇതോട് വലിയൊരു ടെറസ് മൊത്തം പന്തലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് മൊത്തം പടരാൻ തുടങ്ങും. ഇതിപ്പോൾ നിറയെ പൂക്കളും കായൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല മണവും പൂ കാണാനേ നല്ലൊരു ഭംഗിയാണ്. ഇനിയിപ്പോൾ 7 മണിയായി, അതുകൊണ്ട് ഇലയും കായും ഒന്നും കാണാനൊന്നുമില്ല, പൂ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.